ഈ വീഡിയോയിൽ ഒരു ക്വിക്ക് ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ പുതുതായിട്ടുണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ് എന്താണെന്ന് പറഞ്ഞാൽ, ട്രംപ് ഒരു ട്വീറ്റ് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ട്രൂത്ത് സോഷ്യലിലാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 2-3 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്. അതിൽ നമ്പർ 1, ഞങ്ങൾ ഖത്തറിൻ്റെ സൗത്ത് പാർ എന്ന് പറഞ്ഞ ആ ഏരിയ പൂർണ്ണമായിട്ടും അറ്റാക്ക് ചെയ്തിട്ടില്ല, പാർഷ്യലിയാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്, ഏറ്റവും കൂടുതൽ ഇറാൻ്റെ സൈഡിലുള്ള അസൈലുയു എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഗ്യാസ് പ്രോസസ്സിംഗ് യൂണിറ്റിനെയാണ് ഞങ്ങൾ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഖത്തറിന് ഒരു തരത്തിലും ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന മാതൃകയിലല്ല ഈ അറ്റാക്കിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്പർ 1 കാര്യമാണ്. രണ്ടാമത്, ഇസ്രായേൽ ഞങ്ങളുടെ അനുവാദത്തോടു കൂടിയല്ല ഈ ഇറാൻ്റെ അസൈലുയു പ്രോസസ്സിംഗ് പ്ലാന്റ്, ഗ്യാസ് പ്രോസസ്സിംഗ് പ്ലാന്റ് അറ്റാക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ ഇനി ഇത്തരത്തിലുള്ള ഗ്യാസ് പ്ലാന്റുകൾ അറ്റാക്ക് ചെയ്യുന്നതിൽ നിന്നും വിട്ടുനിൽക്കും എന്നും കൂടി പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് മീൻസ് ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ആ ചർച്ചയിലാണ് ഇനി എനർജി പ്ലാന്റുകളെ അറ്റാക്ക് ചെയ്യേണ്ട എന്നുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. അതും ട്രംപ് ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതിൽ കൂടുതലായിട്ട് പറയുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ട്രംപിന് വിയോജിപ്പുണ്ടെന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിടത്തും വിയോജിപ്പുണ്ട്, അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിടത്തും വിയോജിപ്പുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളെ മൊത്തത്തിൽ തന്നെ ട്രംപ് മാറ്റി നിർത്തുമ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ പറയുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ, നിങ്ങളെ തുടരെ അറ്റാക്ക് ചെയ്യുന്നത് ഇറാനാണ്. അപ്പോൾ ഇറാന്റെ ഇത്തരത്തിലുള്ള ആക്രമണത്തെ ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇറാൻ എന്തുകൊണ്ടാണ് ഖത്തറിന്റെ മേളിൽ ഇത്രമാത്രം ആക്രമണങ്ങൾ നടത്തുന്നത്, എന്തുകൊണ്ടാണ് ഖത്തറിന്റെ എനർജി ഫീൽഡ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്? റോസ്നഫാൻ എന്ന് പറഞ്ഞ ഒരു ഖത്തറിന്റെ ഗ്യാസ് പ്ലാന്റിന്റെ മേളിൽ ഇന്നലെ ഇറാൻ അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനെ ശക്തമായ രീതിയിൽ ട്രംപ് കണ്ടംപ്റ്റ് ചെയ്തുകൊണ്ടുള്ള കുറിപ്പാണ് എഴുതിയിട്ടിരിക്കുന്നത്. ഇതിനകത്ത് ഒരു കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത്, അമേരിക്കയ്ക്ക് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. പിന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ റിക്വസ്റ്റാണ് അമേരിക്കയെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്. അമേരിക്കയിൽ എന്തായാലും 200 ബില്യൺ ബഡ്ജറ്റ് പാസ്സാക്കിയിട്ടുണ്ട്. ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൻ്റെ വാർ സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ട് അമേരിക്കയിൽ 200 ബില്യൺ ബഡ്ജറ്റ് പാസ്സാക്കിയിട്ടുണ്ട്. എനിവേ, അതൊരു സൈഡിൽ നടക്കുമ്പോഴും ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യമുള്ളൊരു സ്ഥലമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കച്ചവടമാണ് ഇവിടെ നടക്കുന്നത്. 20% ഗ്ലോബൽ മാർക്കറ്റിൽ ഇവിടുന്ന് പോകുന്ന എണ്ണയുടെ കോൺട്രിബ്യൂഷൻ. ആ 20% അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾക്കോ കവർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിന് യാതൊരു പ്രസക്തിയില്ല. പിന്നെ ഇതിനകത്ത് ഏറ്റവും നിർണായകമായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഗ്യാസ് ആണ്. ഈ ഗ്യാസ് ഗ്ലോബലി പല രാജ്യങ്ങൾക്കും ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. അതും തന്നെ പൈപ്പ് ലൈനിലൂടെ പിന്നീട് പരിഹരിക്കപ്പെടാവുന്ന വിഷയങ്ങളാണ് ഈ ഗ്യാസ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. എണ്ണയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ മാറ്റി നിർത്തുന്ന ഭാഗത്തിൽ വെനിസുലയുടെ പക്കലിൽ നിന്ന് എണ്ണശേഖരം അമേരിക്കയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ടൈം എടുത്താലും റിലയൻസിൻ്റെ റിഫൈനറി പ്ലാന്റൊക്കെ അവിടെ അമേരിക്ക പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ വെനിസുലയുടെ എണ്ണ റിലയൻസിലെ ഇന്ത്യയുടെ പ്ലാന്റിലേക്കും കൊടുത്ത് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്കും അമേരിക്കയ്ക്കും കൂടി പോസിറ്റീവായിട്ടുള്ള കാര്യമാണത്. തൽക്കാലം നമുക്ക് എനർജി പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട സാഹചര്യമാണെന്നുണ്ടെങ്കിലും പിന്നീട് ഫ്യൂച്ചറിൽ ഇന്ത്യക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഓയിൽ സപ്ലൈയും അതേപോലെ ഗ്യാസ് സപ്ലൈയും ഉണ്ടാവും. അതിൽ യാതൊരു മാറ്റവും. കാനഡ പോലത്തെ രാജ്യങ്ങളൊക്കെ ഇന്ത്യക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ റഷ്യ എടുത്തും ഗ്യാസ് വാങ്ങിക്കാനുള്ള വകുപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വിഷയം നമുക്ക് പരിഹരിക്കപ്പെടും. പക്ഷെ നിലവിലൊരു ചെറിയ ടൈറ്റ്നസ് ഉണ്ട്. ആ ടൈറ്റ്നസ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നത്. കാരണം ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ട്രംപ് പറയാതെ പറയുകയാണ് മിഡിൽ ഈസ്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിന് അമേരിക്ക ഇടപെടുന്നത് ഒരു ഔദാര്യമാണ് എന്നുള്ള തരത്തിലാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലപാട്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം അമേരിക്കയെ ബാധിക്കുന്ന ഒരു വിഷയമാണെന്നുണ്ടെങ്കിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ 5 ദിവസത്തിൽ അമേരിക്ക അടിച്ചൊതുക്കിയേനെ. ഇനി ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇറാൻ നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കിയും കണ്ടും വിലയിരുത്തി ആക്രമണങ്ങൾ നടത്തണം. നിങ്ങളുടെ ഗ്യാസ് പ്ലാന്റിനെ അറ്റാക്ക് ചെയ്തിട്ടില്ല. ഇനി ഇറാൻ മിഡിൽ ഈസ്റ്റിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഗ്യാസ് പ്ലാന്റുകൾക്ക് മേളിലോ അല്ലെങ്കിൽ എനർജി പ്ലാന്റുകൾക്ക് മേളിലോ അല്ലെങ്കിൽ ഓയിൽ പ്ലാന്റുകൾക്ക് മേളിലോ അറ്റാക്ക് നടത്തിയാൽ നിങ്ങളുടെ എല്ലാ എനർജി സോഴ്സും അറ്റാക്ക് ചെയ്യുമെന്നാണ് ട്രംപ് വാൺ ചെയ്തിരിക്കുന്നത്. അതായത് സൗത്ത് പാർ ഉൾപ്പെടെ ഈ സൗത്ത് പാർ ഗ്യാസ് പ്ലാന്റിൽ 2 സെക്ഷൻ ഉണ്ടല്ലോ. ഈ 2 സെക്ഷനിൽ സൗത്ത് സൈഡ് ഉണ്ട്, നോർത്ത് സൈഡ് ഉണ്ട്. നോർത്ത് സൈഡാണ് ഖത്തറിൻ്റെത്, സൗത്ത് സൈഡ് ഇറാൻ്റെതാണ്. അപ്പോൾ ഈ സൗത്ത് സൈഡിൽ നിന്നും എടുക്കുന്ന ഗ്യാസിൽ 75% പ്രോസസ്സിങ് ചെയ്യുന്നത് ഈ അസൈലുയു എന്ന് പറഞ്ഞ ഈ ലൊക്കേഷൻ മാപ്പിൽ കാണിക്കുന്ന ഈ സ്ഥലത്താണ്. ഇതിൽ 50% ഗ്യാസ് ഇറാന്റെ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല, ഈ ഇലക്ട്രിസിറ്റി കൊണ്ട് ഇറാന്റെ എക്കോണമിയിൽ, ഇൻഡസ്ട്രിയൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി സപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നുമാണ്. അപ്പോൾ ഇത് ഇറാന്റെ ഇൻഡസ്ട്രിയെ തകർക്കും.
അപ്പോൾ ഇറാനെ എയിം ചെയ്ത് എന്താണോ ഇസ്രായേൽ ഉദ്ദേശിച്ചത് ആ ആക്രമണം കൃത്യമായിട്ട് അവർ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിനെതിരെയുള്ള ദേഷ്യമാണ് ഇന്നലെ സൗദി അറേബ്യയിലോട്ടും ഖത്തറിലോട്ടൊക്കെ ഇറാൻ കാണിച്ചത്. ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചായിരുന്നു, ക്ലസ്റ്റർ ബോംബുകൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ ഡെബ്രി വന്ന് വീഴുമ്പോഴും ഇത് ഫ്ലേമബിൾ ആണല്ലോ. ഗ്യാസ് ആയിക്കോട്ടെ, ഓയിൽ ആയിക്കോട്ടെ, ഈ പ്ലാന്റുകളെല്ലാം ഫ്ലേമബിൾ ആണ്. അപ്പോൾ അത് വന്ന് വീഴുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ഡാമേജിലും വലിയ രീതിയിൽ തീ ആളിക്കത്തുന്നുണ്ട്. അങ്ങനെ സൗദി അറേബ്യയിൽ ഇന്നലെ ഒരു ഓയിൽ പ്ലാന്റ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഇറാൻ. അതുപോലെ ഖത്തറിലേക്ക് ഡയറക്റ്റായിട്ട് തന്നെ മിസൈൽ വിട്ട് ആക്രമണം നടത്തിയിട്ടുണ്ട്. അതാണ് ഈ റോസ്ലഫാൻ എന്ന് പറഞ്ഞ ആ ഗ്യാസ് പ്ലാന്റിലേക്ക് നടത്തിയ അറ്റാക്ക്. അപ്പോൾ ഇതിനെതിരെയാണ് ശക്തമായി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ പ്രതികരിച്ചിരിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈലുകൾക്കും ഈ ക്ലസ്റ്റർ വാർഹെഡുകൾക്കും ചെറിയ വ്യത്യാസമല്ല ഉള്ളത്, വലിയ വ്യത്യാസമുണ്ട്. ബാലിസ്റ്റിക് മിസൈൽ വന്ന് പതിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു ബിൽഡിംഗ് തന്നെ തകർന്നു പോകുന്ന രീതിയിലുള്ള ആഘാതമാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ ക്ലസ്റ്റർ വാർഹെഡുകൾ വന്ന് വീണ് കഴിഞ്ഞാൽ അത് ചിലത് പൊട്ടും, ചിലത് പൊട്ടില്ല. അത് ചെറിയ ചെറിയ രീതിയിലാണ് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ. മീൻസ് അത് ചെറുതായിട്ടാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്, വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കത്തില്ല. കാരണം ഇതിൽ ചെറിയ ചെറിയ എമ്യൂണിഷൻസ് ആണ്. ഒരു ബിൽഡിംഗ് തകർക്കാനുള്ള കപ്പാസിറ്റി ഈ ക്ലസ്റ്റർ വാർഹെഡുകൾക്കില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ക്ലസ്റ്റർ വാർഹെഡുകളാണ് ഏറ്റവും കൂടുതൽ ഇസ്രായേലിന്റെ ഉള്ളിൽ പതിച്ചുകൊണ്ടിരിക്കുന്നത് പല പല സ്ഥലങ്ങളിലായിട്ട്. അപ്പൊ അതേപോലെ ഈ ക്ലസ്റ്റർ വാർഹെഡുകൾ പല സ്ഥലങ്ങളിൽ ചിതറിയായിരിക്കും വീഴുക. ഒരു സ്ഥലത്ത് പോയിന്റ് ചെയ്തുള്ള പ്രിസൈസ് അറ്റാക്ക് നടത്തില്ല. ഇതാണ് രണ്ട് തരത്തിൽ ഇറാൻ ഉപയോഗിക്കുന്ന മിസൈലുകളുടെ വ്യത്യാസം. എനർജി മേഖലകളെ ലക്ഷ്യമാക്കി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ ശക്തമായ രീതിയിൽ അമേരിക്ക തിരിച്ചടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ കുറച്ച് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിനെ തുറക്കേണ്ടത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള വിഷയമായിട്ടാണ് അവർ കരുതുന്നത്. കാരണം അതിലൂടെ ഏറ്റവും കൂടുതൽ ചരക്ക് ഗതാഗതം നടക്കേണ്ടതുണ്ട്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അതേപോലത്തെ കാര്യങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ട് ആ രാജ്യത്തിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് ഓപ്പൺ ആയിരിക്കണം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നത്തെ മീറ്റിംഗിൽ അറബ് രാജ്യങ്ങൾ ചർച്ച ചെയ്തിരിക്കുന്നത്. ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ ഇറാന്റെ ഉള്ളിൽ ആക്രമണങ്ങൾ തുടരുകയാണ്. അതിൽ ഈ ബന്ദർ അബ്ബാസിന് തൊട്ട് മുകളിലുള്ള ഒരു സിറ്റി, ആ സിറ്റിയിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാന്റെ ഉള്ളിൽ വിവിധ മേഖലകളിൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. എല്ലാം തന്നെ IRGCയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്കാണ്. അതേപോലെ തന്നെ മിസൈൽ സ്റ്റോറേജ് ഗോഡൌണൊക്കെ തപ്പിപ്പിടിച്ചാണ് അറ്റാക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഹെസ്ബുള്ളയ്ക്ക് ഒരു താക്കീത് കൊടുത്തിട്ടുണ്ട്. ലെബനന്റെ ഉള്ളിൽ തുരുതര ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ബെയ്റൂത്തിൽ തുടർച്ചയായിട്ട് ആക്രമണങ്ങൾ നടക്കുകയാണ്. നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോകളിലെല്ലാം തന്നെ നമ്മൾ അതിൻ്റെ ഫൂട്ടേജസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെസ്ബുള്ളയ്ക്ക് ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് ലെബനനിലുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് ഇസ്രായേൽ അറ്റാക്ക് നടത്തുമെന്നുള്ള വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഹെസ്ബുള്ളയ്ക്ക് മേളിൽ ഒരു പ്രഷർ ഇടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഹെസ്ബുള്ള തുടരെ അവിടെ നിന്ന് മിസൈലുകളും റോക്കറ്റുകളും അയച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ മീറ്റിംഗിൽ ഇന്ന് പ്രധാനമായിട്ടൊരു വിഷയം ചർച്ചയായിട്ടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ഇറാന്റെ കൈവശമുള്ള ആയുധങ്ങളെല്ലാം തന്നെ പ്രോക്സികളുടെ കയ്യിലുമുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നു? അപ്പോൾ അതായത് നിങ്ങൾ തീവ്ര ഇസ്ലാമിക നിലപാടുള്ള സംഘടനകളെ വളർത്തുന്നു, അവർക്ക് നിങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങൾ തന്നെ നിങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണിത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തീവ്ര നിലപാടുള്ള ഇത്തരത്തിലുള്ള തീവ്ര ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സംഘടനകളെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ഉള്ളിലേക്ക് ഒരിക്കലും ഞങ്ങൾ കടത്തിവിടുകയില്ല, അതിനെ പ്രൊമോട്ട് ചെയ്യുകയില്ല എന്നുള്ള തീരുമാനമാണ് ഇന്നത്തെ GCC രാജ്യങ്ങളുടെ മീറ്റിംഗിൽ അവരെടുത്തത്. അപ്പൊ ലെബനന്റെ മേളിൽ ഇസ്രായേൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ വെക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഹെസ്ബുള്ളയ്ക്ക് മേളിൽ ഒരു പ്രഷർ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഹെസ്ബുള്ളയ്ക്ക് മേളിൽ ഗ്ലോബൽ സമ്മർദ്ദം വരും. ഹെസ്ബുള്ള പോലത്തെ ഒരു പ്രോക്സി സംഘടനയെ ലെബനന്റെ ഉള്ളിൽ എന്റർടൈൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതിലുപരിയായിട്ട് ഇറാന്റെ കയ്യിലുള്ള അതേ മിസൈലുകൾ തന്നെ ഇവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതായത് നാളെ ഒരു സമയത്ത് ഇറാന്റെ കയ്യിൽ ആണവായുധം കിട്ടിയാൽ തന്നെയും അവരെ ഈ ആണവായുധം ഈ പ്രോക്സികളുടെ കയ്യിൽ കൊടുത്ത് ഇസ്രായേലിനെതിരെയോ മിഡിൽ ഈസ്റ്റിലുള്ള പല രാജ്യങ്ങൾക്കെതിരെയോ ഉപയോഗിക്കില്ല എന്ന് എന്താണ് ഉറപ്പ്? ഈ ചോദ്യത്തിന് കൂടി പ്രസക്തിയുണ്ട്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് നമ്മൾ പണ്ട് തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ഇന്ന് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഒരുമിച്ചിരുന്ന് പറയുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇറാന്റെ ഉള്ളിൽ ഇന്നലെ ഒരു സ്വീഡിഷ് പൗരനെ പിടിച്ച് തൂക്കിക്കൊന്നിട്ടുണ്ട്. മൊസാദിന്റെ സ്പൈ ആണെന്ന് പറഞ്ഞിട്ടാണ് ഇയാൾക്കെതിരെ ഈ തീരുമാനം നിറവേറ്റിയിരിക്കുന്നത്.
ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഈ സ്വീഡൻ, സ്പെയിൻ ഇത്തരത്തിലുള്ള രാജ്യങ്ങൾക്കൊക്കെ ഭയങ്കര അനുകമ്പയാണ്. ഞങ്ങൾ ഇറാനുമായിട്ടുള്ള വാറിൽ ഞങ്ങൾ വരത്തില്ല എന്നൊക്കെ പറയും. അവരുടെ പൗരന്മാരെ തന്നെയാണ് ഒരു ദയയുമില്ലാതെ ഒരു തെളിവുമില്ലാതെ പിടിച്ച് തൂക്കിക്കൊന്നിരിക്കുന്നത്. ബഷരീർ എന്ന് പറഞ്ഞ ആ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ അടുത്ത് ഇസ്രായേൽ ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അത് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ബഷരീർ എന്ന് പറഞ്ഞ സ്ഥലം വളരെ ഡേഞ്ചറാണ്. അവിടെ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ റേഡിയേഷൻ എന്ന് പറയുന്നത് സൗദി അറേബ്യ, UAE, ഒമാൻ ഉൾപ്പെടെ ഇന്ത്യ വരെ വരും റേഡിയേഷൻ. അത്തരത്തിൽ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. അത് കൈകാര്യം ചെയ്യുമ്പോൾ ഇസ്രായേൽ പല സ്ഥലങ്ങളിൽ അറ്റാക്ക് ചെയ്യുന്നത് പോലെ ആ പ്ലാന്റിൽ അറ്റാക്ക് നടത്തിയാൽ കാര്യങ്ങൾ കൈവിട്ട് പോകും. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഈ സ്കൂളിൽ ഒരു അറ്റാക്ക് നടത്തിയല്ലോ അമേരിക്ക, അതേപോലെ അതിനേക്കാളും വലിയൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമായിട്ട് ഈ ബഷരീർ പവർ പ്ലാന്റിൽ ഇസ്രായേലോ അമേരിക്കയോ അറ്റാക്ക് നടത്തിയ ഈ യുദ്ധം അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരു തിരിച്ചടിയായി മാറാനുള്ള സാഹചര്യം കൂടിയുണ്ട്. യുദ്ധം നടത്തുമ്പോൾ പല സ്ഥലങ്ങളും ആക്രമിക്കപ്പെടാം. പക്ഷെ അതിൽ ഇന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ഗ്ലോബൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഓരോ ആക്രമണങ്ങൾക്കും വലിയ വില കൊടുക്കേണ്ടി വരും ആ ആക്രമണങ്ങൾ നടത്തുന്ന രാജ്യങ്ങൾ. അങ്ങനെ ഒരു സ്പോട്ടാണ് ഈ ബഷരീർ ന്യൂക്ലിയർ പവർ പ്ലാന്റ്. അതിന് ചുറ്റുപാടൊക്കെ പല ആക്രമണങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ ഇതുവരെ അറ്റാക്ക് ചെയ്തിട്ടില്ല. അത് അറ്റാക്ക് ചെയ്താൽ 1000 മെഗാവാട്ട് ഇലക്ട്രിസിറ്റിയാണ് അവിടെ നിന്ന് ഇറാൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിനകത്ത് ഇറാനിന് 1000 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി തടയുക എന്നുള്ളതിലുപരിയായിട്ട് ഈ റേഡിയേഷൻ ലീക്ക് ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇത് ഇസ്രായേലിനും അറിയാം, അമേരിക്കയ്ക്കും അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആക്രമണം ആ പ്ലാന്റിൽ നടത്തില്ല എന്ന് പ്രതീക്ഷിക്കാം എന്ന് മാത്രം. ഒരു 6 മാസം കൊണ്ട് വെനിസുല ഓയിൽ ഡയറക്റ്റായിട്ട് അമേരിക്കയിൽ നിന്നും പുറത്തിറങ്ങി തുടങ്ങും മാർക്കറ്റിലേക്ക്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഇന്ത്യയുടെ റിലയൻസിന്റെ പ്ലാന്റിൽ നിന്നും വെനിസുല ഓയിൽ റിഫൈൻ ചെയ്ത് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ഇറങ്ങും. ശരിക്കും പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ഈ യുദ്ധം അവസാനിച്ചാൽ തന്നെയും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ ഓയിൽ ഇൻഡസ്ട്രിയിലേക്കുള്ള പ്രാധാന്യം കുറയും. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഓയിൽ എക്കണോമിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന രാജ്യങ്ങളുടെ ഭാവി അത്ര സുരക്ഷിതമല്ല, ഈവൻ ഈ യുദ്ധം അവസാനിച്ചാലും. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.